ഞാൻ മുഹമ്മദ് ഇർഫാൻ, CS ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യുക്തിവാദിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉള്ളൊരു ചോദ്യം പോലെയായിട്ട് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ക്ഷമിക്കണം. ഇപ്പോൾ പറഞ്ഞിരുന്നു എന്താണ്, യുക്തിവാദം ശരിയല്ല, ഒരു കാര്യത്തിലും അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഒരു മതത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മതം? ഇപ്പോൾ നമ്മുടെ മനുഷ്യരാശി ഇങ്ങനെ വളർന്നു വന്നത്, പല കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എക്സ്പെരിമെൻറ്റേഷൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിന്നാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ടായി, ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വർക്കൗട്ടായില്ല. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യൂറോപ്പ് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നല്ല രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ശരിയല്ലേ? അപ്പോൾ ഒരു മതത്തെ ഫോളോ ചെയ്യാണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല മതങ്ങളും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പല ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാൻ വേണ്ടി പല കമ്മ്യൂണിറ്റീസ് മതങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അന്നത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പല തെറ്റായ കാര്യങ്ങളും മതത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഹ്യൂമൻ സാക്രിഫൈസ്, സ്ലേവറി, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ കണ്ടോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് ഒരു ചോദ്യം? ഞാൻ മനസ്സിലാക്കുന്നത് പറയണം, എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ പറയണം. അതായത് നമ്മൾ മനുഷ്യരാശി മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും അതിലുള്ള അബദ്ധങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തിയും കൊണ്ടല്ലേ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്തരം കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് വിഷയത്തിലാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത്? ഭൗതികമായ വിഷയങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക പഠനം, ശാസ്ത്ര പഠനം എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം വിഷയങ്ങളിൽ ഭൗതികമായി നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ രാപ്പകലുകൾ എങ്ങനെ മാറുന്നു, മഴ എങ്ങനെ പെയ്യുന്നു, അതേപോലെ അങ്ങനെ ഈ നമുക്ക് ഭൗതികമായി ആൻസർ ചെയ്യാൻ പറ്റേണ്ടുന്ന പല വിഷയങ്ങൾ, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ എഡ്യൂക്കേഷൻ, ഈ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നോട്ട് പോകുക തന്നെ വേണം, യാതൊരു സംശയമില്ല. ആ രൂപത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നു. ചിലത് വർക്ക് ചെയ്യുന്നു, ചിലത് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും സ്വാംശീകരിക്കുക, വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ രൂപത്തിൽ നമുക്ക് എല്ലാ നന്മകളെയും സ്വാംശീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ രണ്ടാമത്തെ ഒരു ഭാഗം കിടക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന ചോദ്യങ്ങളാണ്. അതായത് നാം ആരാണ്? നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? എങ്ങനെയുള്ള സൃഷ്ടാവായിരിക്കും? ഇതൊക്കെ അടിസ്ഥാനപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. ഈ വിഷയത്തിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ വിഷയത്തിലുള്ള എല്ലാ ആശയങ്ങളെയും പഠിക്കാം. ഓക്കെ, നമുക്ക് പല മതങ്ങളുണ്ട്, പല ഇസങ്ങളുണ്ട്, പല പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് പഠിക്കാം. അതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകങ്ങൾ പോലെ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഹിന്ദുയിസത്തെക്കുറിച്ച് പഠിക്കാം, അതിൽ ദ്വൈതമുണ്ട്, അദ്വൈതമുണ്ട്, അതുപോലെ തന്നെ പല ആശയങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അവിടെ ട്രിനിറ്റി ഉണ്ട്, ഒറ്റ ഏകദൈവമാണ്, പക്ഷെ ആ ഏകദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധ ദർശനവും, അതുപോലെ തന്നെ ജൈന ദർശനവും, സിഖ് ദർശനങ്ങളും, അങ്ങനെ പല രൂപത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതല്ലാതെ മനുഷ്യനിർമ്മിതമായ ഇസങ്ങൾ എന്ന രൂപത്തിൽ കമ്മ്യൂണിസം, ഫെമിനിസം, ലിബറലിസം, അതുപോലെ തന്നെ ഹ്യൂമനിസം, ഇങ്ങനെയുള്ള ഒരുപാട് ഇസങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഇസങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. ആ ഇസങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കാം ഏതിലാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക്, അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഏത് ദർശനമാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവവുമായി ബന്ധപ്പെട്ട് ഒറ്റ എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറയാം. ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ദർശനത്തിനാണ് കൃത്യമായ കൺസിസ്റ്റൻ്റ് ആയ ഉത്തരം നൽകാൻ പറ്റുന്നത്? നമ്മൾ പഠിക്കാലോ. ഒന്നാമത്തെ ചോദ്യം ദൈവമുണ്ടോ എന്നതാണ്. ആ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പരിശോധിച്ച് നോക്കുക. അവിടെ നമുക്ക് മനസ്സിലാവും, ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളിലുള്ള എന്തിനെങ്കിലും കുറിച്ചല്ല പൊതുവെ നമ്മൾ ദൈവത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസിൽ വരിക. സൂര്യനെക്കുറിച്ചോ ചന്ദ്രനെക്കുറിച്ചോ ഒന്നും ആരും ഇവിടെ ദൈവം എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നതിനൊരു അടിസ്ഥാനമില്ല. പറയുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസ് എന്നുള്ള നിലക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ആ എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ, ആ ചർച്ച നമുക്ക് നടത്താം. അവിടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അസ്തിത്വം നമുക്ക് മനസ്സിലാവുക? അത് ലോജിക്കലിയും അതുപോലെ തന്നെ ഇൻറ്റ്യൂറ്റീവായ അവസ്ഥയിലൂടെയും അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽ നോളജിലൂടെയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച നമുക്ക് നടത്താം. അതിലൊരു കൺക്ലൂഷൻ, നമുക്ക് പലതരം ലോജിക്കൽ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടല്ലോ, ദൈവം ഉണ്ടോ ഇല്ലേ, നമുക്ക് അതിലൂടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ദൈവം ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ളതായിരിക്കും, അതും നമുക്ക് ഈ ലോജിക്കൽ ആർഗ്യുമെൻറ്റുകളിലൂടെ തന്നെ മനസ്സിലാവും. ഒരുപാട് ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങളാണോ, അതല്ല പിന്നെ 3 ദൈവങ്ങൾ കൂടിയ ഒരു ദൈവമാണോ, അതല്ല ഏക ദൈവമാണോ, ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും. ഇതിലൂടെ നമ്മൾ ആൻസറിലേക്ക് എത്തും. അങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തരത്തിലുള്ള പരിശോധനകൾ, ലോജിക്കലായ ക്വസ്റ്റ്യനിങ് നമ്മൾ നിരന്തരം നടത്തണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, നടത്തണം എന്നാണ് പറയുന്നത്. നടത്തണം എന്ന് പറയാനാണ് ഈ ഡിബേറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആ കൺക്ലൂഷൻ ഏത് ദർശനവുമാണ് അത് യോജിച്ചു പോകുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഏകനായ ഒരു ദൈവത്തെ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത, കണ്ടിൻജൻസി നമ്മൾ പറയും അല്ലേ, ആശ്രയിക്കാത്ത ഒരു എക്സിസ്റ്റൻസ്, ഒരു നെസസറി എക്സിസ്റ്റൻസിലേക്കാണ് യുക്തിപരമായ അന്വേഷണങ്ങൾ നമ്മൾ അവസാനം ചെന്നെത്തുക. മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഏകനായ ഒരു ദൈവം. ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു അഥവാ സാക്ഷാൽ ആരാധ്യൻ. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുലദൈവത്തിൻ്റെ പേരൊന്നുമല്ല. അൽ ഇലാഹ് എന്നുള്ളതിൻ്റെ ഒരുമിച്ചുള്ള ഫോമാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ. ആ സാക്ഷാൽ ആരാധ്യൻ എന്ന് പറയുന്നത് അഹദ്, അവൻ ഏകനാകുന്നു. വണ്ണസ് ഓഫ് ദ ക്രിയേറ്റർ, അതാണ് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാകുന്നു. അത് മറ്റുള്ളതിനെ ഏതെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്നൊരവസ്ഥ ഒരിക്കലും, അത്തരം ഒരു സ്രഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സ്രഷ്ടാവിന് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പറ്റൂല. ഇത് നമുക്ക് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചവനാകരുത്, ജനിപ്പിച്ചവനാകരുത്. അതായത് ഒരു 1400 വർഷം മുമ്പ് ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമാണെന്ന് ഒരാൾ പറയണമെങ്കിൽ വളരെ ഇൻവാലിഡാണ് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ. കാരണം മുഹമ്മദ് നബി ജനിക്കുന്നത് ഇപ്പോൾ റബിയുൽ അവൽ 12-നാണെന്നുണ്ടെങ്കിൽ റബിയുൽ അവൽ 11-നും ഇവിടെ ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ജനിച്ച ഒരാൾക്ക് ദൈവമാകാൻ പറ്റൂല. അപ്പോൾ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അതിന് തുല്യമായിക്കൊണ്ട് മറ്റൊന്നും ഉണ്ടാകാൻ പറ്റൂല. ആ ദൈവത്തിന് തുല്യമായിക്കൊണ്ട് മറ്റൊന്നും ഉണ്ടാകാൻ പറ്റും. ഈ ഒരു ദർശനമാണ് ഇസ്ലാം ദൈവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇനി മറ്റ് എക്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ആരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ഇതിനൊക്കെ കൃത്യമായ കൺസിസ്റ്റൻ്റ് ആയ ഉത്തരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അത് കൺസിസ്റ്റൻ്റ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചകളാകാം, സംവാദങ്ങളാകാം. അപ്പോൾ ആ രൂപത്തിൽ ഏതൊരു ദർശനത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് ആ അടിസ്ഥാനങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളുക, തെറ്റാണെങ്കിൽ അതിനെ തിരസ്കരിക്കുക എന്ന ഒരു രൂപമായിരിക്കും നമ്മൾ നടത്താൻ നമുക്ക് നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് ഇപ്പോഴത്തെ ആധുനിക മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, സ്ലേവറി, അത് മാത്രമല്ല പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് അല്ല ഇപ്പോഴത്തെ യുക്തിക്ക്, ഇപ്പം ആധുനിക മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോഴോ ഓക്കെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പിന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ആധുനികമായി നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും മതത്തിലില്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് വധശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്നത് മതത്തിലുണ്ട്. ഇന്ന് നമുക്ക് ആധുനികമായി അത് ശരിയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ആ മതം നമുക്ക് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ മർമ്മം നാം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ട് ആലോചിക്കുകയാണ്, ഇക്കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ യുക്തി അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ യുക്തി, നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ടാണോ ഒരു കാര്യത്തിൻ്റെ ശരിതെറ്റുകൾ നമ്മൾ നിശ്ചയിക്കുന്നത്? അതല്ല, പരിമിതികളില്ലാത്ത, അറിവിന് പരിമിതിയില്ലാത്ത ഒരു അസ്തിത്വത്തിൽ നിന്നുള്ളതാണോ അതിൻ്റെ അടിസ്ഥാനം എന്നതാണ് ഈ ചർച്ചയുടെ എല്ലാത്തിൻ്റെയും മർമ്മം. ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, പിന്നെ വധശിക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ നമ്മൾ ക്രൂരെന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പണിഷ്മെൻറ്റ് എങ്ങനെയാണ് അത് നടപ്പിലാക്കപ്പെടുന്നത്? ഉദാഹരണത്തിന് ഞാൻ പറയാം, കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാം. കട്ടവൻ്റെ കൈവെട്ടണം എന്നുള്ളത് ഇസ്ലാമിലൊരു നിയമമാണ്. ഈ പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് വെക്കാം. എങ്ങനെയാണ് ഇസ്ലാം കട്ടവൻ്റെ കൈവെട്ടണം എന്ന് പറയുന്ന ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം ഇസ്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തത്?
ഒറ്റയടിക്ക് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ സൊസൈറ്റിയിൽ നാളെ മുതൽ ഇസ്ലാമിക് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് കട്ടവൻ്റെ ഒക്കെ കൈവെട്ടി അങ്ങനെ ഉണ്ടാവും. അതല്ല ഇസ്ലാം മുന്നോട്ട് പോകും. ഇസ്ലാം ഒരു സൊസൈറ്റൽ മോഡൽ നിർമ്മിക്കുകയാണ്. ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ ബോധവൽക്കരണം വഴിയാണ്. അതായത് കളവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയ പാപമാണെന്ന് ആദ്യം എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ആദ്യം ഒരു മോറൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തു. കളവ് എന്ന് പറയുന്നത് അത് എത്ര ചെറുതാണെങ്കിലും, റസൂൽ പറയാണ് എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞിട്ട് അത്രമേൽ ഒരു ചെറിയ കളവ് പോലും അത് വലിയ പാപമാണ്. മറ്റൊരാളുടെ ധനം അപഹരിക്കുക എന്ന് പറയുന്നത് അത്രമേൽ വലിയ പാപമാണ് എന്ന കാര്യം ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് വലിയ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി. ഉദാഹരണത്തിന് കളവ് നടക്കാതിരിക്കാൻ എന്താ വേണ്ടത്? മിക്കവാറും കളവ് നടക്കുക, കുറച്ച് ജെന്യൂനാണ് നമുക്ക് തോന്നുന്ന കളവ് നടക്കുക എപ്പോഴാണ്? ഈ പട്ടിണി ഉണ്ടാവുകയാണ് അല്ലേ? പട്ടിണി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക, ഒരു സൊസൈറ്റിയിൽ മോഡൽ ഉണ്ടാക്കുകയാണ്. അതായത് ആളുകൾ പട്ടിണി അനുഭവിക്കുന്ന ഒരവസ്ഥ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പറ്റില്ല. അതിനുവേണ്ടി എന്ത് ചെയ്തു? സക്കാത്ത് പോലെയുള്ള സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തു. സക്കാത്ത് പോലുള്ള സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ആളുകൾ പട്ടിണി കിടക്കാൻ പാടില്ല. ഇനി സക്കാത്ത് എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ തന്നെ ഓരോ വ്യക്തിക്കും അവൻ്റെ അയൽവാസികൾ പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ബാധ്യതയാണ്. എൻ്റെ അയൽവാസികൾ ആരും പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ പട്ടിണിയില്ലാത്ത, അതായത് മോഷണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളില്ലാത്ത ഒരു സൊസൈറ്റിയെ നിർമ്മിച്ചു. ഒന്നാമതായി കളവ് തെറ്റാണെന്ന് പഠിപ്പിച്ചു. രണ്ടാമത്തത് കളവ് നടക്കാനുള്ള സാധ്യതകളെ പരമാവധി ഇല്ലായ്മ ചെയ്തു. ഇതടക്കം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരിക്കലും കളവിനുള്ള സാഹചര്യമില്ല, അത് തെറ്റാണെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും നിങ്ങൾ കളവ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഗൗരവമാണ്. നിങ്ങൾ കളവ് നടത്താനുള്ള സാഹചര്യം നിങ്ങൾക്കില്ല, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ കളവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സൊസൈറ്റിക്ക് മാതൃകയാകുന്ന രൂപത്തിൽ അതെന്ത് ചെയ്യണം? അത് പിന്നെ മറ്റുള്ളവരെ അനുകരിക്കാത്ത രൂപത്തിൽ അത് പണിഷ് ചെയ്യണം എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള നമ്മൾ ഈ ക്രൂരം എന്ന് നമ്മൾ വിളിക്കുന്ന രൂപത്തിലുള്ള പണിഷ്മെൻറ്റ്, കൈവെട്ടുക പോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ ഒറ്റയടിക്ക് ബ്ലാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ ഇത്തരത്തിലുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് വിഷയത്തിലെടുത്ത് നോക്കിയാൽ, ഇപ്പോൾ വ്യഭിചാരത്തിന് ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണത് നടപ്പിലാക്കിയത്? ഒന്നാമതായിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം എന്ത് ചെയ്തു? അടച്ചു. നേരത്തെ പറഞ്ഞ സെഗ്രിഗേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ആണും പെണ്ണും ഒരു മോശമായ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ത് ചെയ്തു? ഒരു സൊസൈറ്റൽ മോഡൽ ഉണ്ടാക്കി, സെഗ്രിഗേഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ആണും പെണ്ണും ഒരു പരിധിയിലപ്പുറം ഇടപഴകുന്ന അല്ലെങ്കിൽ ഇടകലരുന്ന അവസ്ഥകൾ ഒഴിവാക്കി. അങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങളെ പരമാവധി എന്ത് ചെയ്തു? ഇല്ലാതാക്കി. അതിൻ്റെ കൂടെ വ്യഭിചാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയ തെറ്റാണ് എന്ന ഒരു അധ്യാപനം എന്ത് ചെയ്തു? പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്തു. അഥവാ ഒരാൾ വ്യഭിചരിക്കാനുള്ള സാമൂഹ്യമായ സാഹചര്യങ്ങൾ മൊത്തം ഇല്ലാതാക്കി, അത് തെറ്റാണ് എന്ന ബോധവൽക്കരണം അങ്ങേയറ്റം നടത്തുകയും ചെയ്തു. ഇങ്ങനെയായിട്ടും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരാൾ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? പണിഷ്മെൻറ്റ് വരുന്നത്. അത് തന്നെ വ്യഭിചാരത്തിനുള്ള പണിഷ്മെൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാവും. അത് സൊസൈറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ നടത്തുമ്പോഴാണ് പണിഷ്മെൻറ്റ് ഉള്ളത്. ഇപ്പോൾ വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണമെന്നാണ്. 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ 2 ആളുകൾ ഒരു റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടാൽ പോലും എന്ത് ചെയ്യില്ല? സാക്ഷിയായിട്ട് കൂട്ടൂല. അവർ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് നേരിട്ട് കാണുന്നതാണ്. അങ്ങനെ ആരെങ്കിലും നടക്കുമോ? അങ്ങനെ സംഭവിക്കുമോ? നേരിട്ട് 4 സാക്ഷികളെ വെച്ചിട്ട് ആരെങ്കിലും ഇൻ്റർകോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു തിന്മ പരസ്യമാക്കപ്പെടുന്ന 4ഓളം ആളുകൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പരസ്യമാക്കപ്പെടുന്ന, അത് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിൽ അതുണ്ടെങ്കിൽ ആണ് പണിഷ്മെൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു സൊസൈറ്റിയെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക, അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പണിഷ്മെൻറ്റുകൾ ഉള്ളത്. ഏത് പണിഷ്മെൻറ്റ് പരിശോധിച്ച് നോക്കിയാലും അത് സൊസൈറ്റിയിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മെഷർ എന്നുള്ള നിലക്കാണ് പണിഷ്മെൻറ്റുകൾ ഉള്ളത്. അതല്ലാതെ ഒരു ബ്ലാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ പോയിട്ട് കട്ടവൻ്റെ കൈവിട്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ചവനെ കൊല്ലുകയൊന്നും അല്ല ചെയ്യുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഇസ്ലാമിലുള്ള ഏത് നിയമങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് എന്താണത് സംഭവം, എങ്ങനെയാണത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സൊസൈറ്റൽ മോഡലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഇത് ആധുനിക കാലത്ത് നിന്നല്ല, എല്ലാ കാലത്തേക്കും ബാധകമായതാണ്. ഇസ്ലാമിലുള്ള എല്ലാ നിയമങ്ങളും ഓരോ നിയമങ്ങളും എല്ലാ കാലത്തേക്കും ബാധകമായ. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ ഈ നിയമങ്ങൾ സർവ്വകാലങ്ങൾക്കും അതീതനായിട്ടുള്ള, കാലങ്ങൾക്കതീതനായിട്ടുള്ള, പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള ഒരു അസ്തിത്വത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിലുള്ള നിയമങ്ങൾ ഏതാകട്ടെ അത് എല്ലാ കാലത്തേക്കും ബാധകമാണ്. പക്ഷേ അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം.
പിന്നെ ഒരു കാര്യം കൂടി സ്ലേവറിയുടെ കാര്യമാണ്, അതൊരു കാര്യം. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ സഹിഷ്ണുത പാലിക്കണം എന്ന് പറഞ്ഞു, അത് ചെറുതായിട്ടൊരു വിക്ടിം മെൻറ്റാലിറ്റി അല്ലേ, ഒരു വിക്ടിം മെൻറ്റാലിറ്റി കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, എന്താണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും സഹിഷ്ണുതയോടെ നേരിടാമല്ലോ. സോറി, റൂഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ സോറി അല്ല, കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോളൂ. അല്ല, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ സഹിഷ്ണുത പാലിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ പല കാര്യത്തിലും നമുക്ക് സഹിഷ്ണുതയോടെ നേരിടാം. ഒരാൾ എന്താ കക്കുന്നാണ്ട് ഞാൻ എന്താ അത് അവരുടെ ഇതല്ലേ എന്ന് വിചാരിച്ച്, മനസ്സിലായ, റൂഡായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ സോറി. അതായത് സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഒരാളെ കക്കുന്നത് നമുക്ക് സഹിഷ്ണുതയോടെ നോക്കിക്കാൻ പറ്റൂലല്ലോ. അതേപോലെയാണ് ഈ സെഗ്രിഗേഷൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സ്ലേവറിയുടെ കാര്യം ഒരാൾ കക്കുന്നത് നോക്കി നിൽക്കാൻ പറ്റാത്തത് പോലെയാണ് ഈ സെഗ്രിഗേഷൻ എന്നാണോ? അല്ലല്ല, അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷേ ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ സഹിഷ്ണുത പറഞ്ഞാൽ എന്തു സഹിഷ്ണുതയോടെ കാണുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്, അതിനോട് കാര്യമായ എതിർവാദങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഓരോരുത്തർക്കും അവരുടേതായ സിസ്റ്റംസ് ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നേ ഉള്ളൂ. ആരും കക്കുന്നത് സഹിഷ്ണുതയോടുകൂടി ആവും എന്ത് നല്ല കക്കൽ എന്ന് പറഞ്ഞിട്ട് ആസ്വദിക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു എത്തീസ്റ്റ് ഫോറത്തിൻ്റെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെഗ്രിഗേഷനും ഉണ്ടാവില്ല, ഫുള്ളി മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു മുസ്ലിം അവിടെ നിന്നിട്ട് ഇത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കയറുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതൊരു ശരിയല്ല, അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്, അവർ ആ രൂപത്തിൽ നടത്തിക്കോട്ടെ. എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അവിടെ ഇരിക്കണ്ട, ഞാൻ എണീച്ച് പോയിക്കോ, അത്രേ ഉള്ളൂ. അതേപോലെ വേറൊരു സിസ്റ്റമാണ് സെഗ്രിഗേഷനോട് കൂടി അവിടെ ഇരിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, സഹിഷ്ണുതയോടുകൂടി അത് കാണാൻ പറ്റണമെന്നേ ഉള്ളൂ. ഞാനിവിടെ ആരും ആ സഹിഷ്ണുത ഇല്ലാതെ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ അത്രേ ഉള്ളൂ, ഓരോരുത്തരുടെ സിസ്റ്റംസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് പറഞ്ഞത് പിന്നെ സ്ലേവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സർവ്വകാലികവും എല്ലാ കാലത്തേക്കും യോജിച്ചതുമാണ് എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിലും പറയാനുള്ളത്. ഇസ്ലാം സ്ലേവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പഠിപ്പിച്ചത്? ഫലഖത്തഹമല്ലഖബ വമ അദ്റാകമല്ലഖബ ഫഖുറഖബ. നിങ്ങൾ ആ താഴ്വാരം താണ്ടിക്കടന്നില്ലേ? ഏതാണ് ആ താഴ്വാരം? നിങ്ങൾക്ക് താണ്ടിക്കടക്കേണ്ട താഴ്വാരം ഏതാ? ഫഖുറഖബ, ഒരു അടിമയെ മോചിപ്പിച്ചുകൊണ്ട്. അതായത് ആ നിലക്ക് ഒരു താണ്ടിക്കടക്കേണ്ടുന്നൊരു കാര്യമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, അടിമത്തത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു സൊസൈറ്റിയിൽ നിന്നും ഒഴിവാക്കേണ്ടതൊരു കാര്യമായിട്ടാണ്, ഒരു മോശം കാര്യമായിട്ടാണ് ഇസ്ലാം അടിമത്തത്തെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിമത്തം ആ രൂപത്തിൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ, അതിനെ ഇല്ലാതാക്കാൻ എല്ലാ തരക്കും സാമൂഹികമായി ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അടിമത്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും, ഇസ്ലാം അടിമത്തത്തെ പൂർണ്ണമായി എല്ലാ പഴുതുകളും അടച്ച് നിരോധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു പക്ഷേ വന്നേക്കാം. അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പഴുതുകൾ അടച്ച് പൂർണ്ണമായ രൂപത്തിൽ ഇസ്ലാം അടിമത്തത്തെ ഇപ്പോൾ കള്ള് നിരോധിച്ചതുപോലെ ഇസ്ലാം നിരോധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന ചില ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിത് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. യുദ്ധം എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണോ? യുദ്ധം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു, യുദ്ധം നല്ല കാര്യമാണോ? അല്ല. യുദ്ധം ഒരു ആ നിലക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമോ നല്ലൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, നല്ലൊരു കാര്യമല്ല, ഓക്കെ, ഇസ്ലാം യുദ്ധത്തെ നിരോധിച്ചൂടെ? ഇസ്ലാമിന് യുദ്ധത്തെ നിരോധിച്ചൂടെ? നല്ലൊരു ചോദ്യമല്ലേ. യുദ്ധത്തെ നിരോധിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ട്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു രാജ്യം, ഒരു മക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമികമായിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇസ്ലാമിലാകട്ടെ യുദ്ധം ഹറാമാകുന്നു. എന്താ സംഭവിക്കുക? ആ ഹറാമാണ് എന്ന് പറയുന്ന, യുദ്ധം പാടില്ല എന്ന് പറയുന്ന ആ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ആ രാജ്യം തന്നെ ബാക്കിയുണ്ടാവില്ല. കാരണം എന്താ? ആരെങ്കിലും ആ രാജ്യത്തെ ആക്രമിക്കാൻ വന്നു, അപ്പം എന്താ ചെയ്യുക? അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു, ഞങ്ങൾക്ക് യുദ്ധം ഹറാമാകുന്നു. അവരെങ്ങനെ ഇരിക്കും? കൈയും കെട്ടി നോക്കിക്കും. ബാക്കിയെല്ലാവരും എന്ത് ചെയ്യും? ആ രാജ്യം കൊണ്ട് അവരങ്ങോട്ട് പോകും. അത്രയല്ലേ സംഭവിക്കുള്ളൂ. അവിടെ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അവിടെ അതിനെ എൻകൗണ്ടർ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നാൽ അവിടെ യുദ്ധം ചെയ്യണം. അത് പൊതുവേ യുദ്ധം എന്ന് പറയുന്ന ഒരു മോശം കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെ ആ സാമൂഹിക യാഥാർത്ഥ്യം മുന്നിൽ വരുമ്പോൾ യുദ്ധം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെയാണ് സ്ലേവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം അടിമത്തത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. ഏത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു സ്വതന്ത്രൻ സ്വയം അടിമയാകുക, ഇസ്ലാം അത് നിരോധിച്ചു. മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി അടിമയാക്കുക, ഇസ്ലാം അത് നിരോധിച്ചു. കടത്തിനു പകരമായി സ്വയം അടിമത്തം വരിക്കുക, ഇസ്ലാം അത് നിരോധിച്ചു. ഇങ്ങനെ എല്ലാ നിലക്കും അടിമത്തത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുന്ന എല്ലാ വഴികളും ഇസ്ലാം നിരോധിച്ചു. ഒന്നൊഴികെ. ഏതാണത്? യുദ്ധത്തിൽ ബന്ദികളാക്കി പിടിക്കപ്പെടുക. അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, പാകിസ്ഥാൻ നമ്മളെ ഇന്ത്യനെ ആക്രമിക്കാൻ വരികയാണ്.
പാകിസ്ഥാൻ പട്ടാളക്കാരെ കുറച്ച് ആൾക്കാരെ നമ്മൾ ബന്ദികളായിട്ട് പിടിച്ചു. ഇപ്പം നമ്മൾ കാണുന്നില്ല, ഹമാസ് ഇസ്രായേലിനെ പിടിച്ചതും ഒക്കെ നമ്മൾ കാണുന്നില്ല. ബന്ദികളാക്കി പിടിച്ചു. ആ ബന്ദികളാക്കി പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഇസ്ലാമിൽ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, അവരെ വെറുതെ വിടാം. അത് നമുക്ക് ത്രെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടാം. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ നേരെ വെറുതെ വിട്ടാൽ അവർ പിന്നെയും സംഘടിച്ച് പിന്നെ ആക്രമിക്കാൻ വരും. അപ്പോൾ വെറുതെ വിടൽ എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. രണ്ടാമത്തത്, എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫലസ്തീനിലും ഇസ്രായേലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എക്സ്ചേഞ്ച് ചെയ്യാം. ക്യാപ്റ്റീവ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. മൂന്നാമത്തത്, മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് അവരെ മോചിപ്പിക്കാം. ഇത്ര പൈസ തന്നാൽ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് മോചിപ്പിക്കാം. നാലാമത്തതാണ് ഫോഴ്സ്ഡ് ലേബർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു മിൽക്കുൽ യമീൻ, വലതുകൈ അടിമപ്പെടുത്തുക എന്ന് പറയുന്നൊരവസ്ഥ. ആ നിലക്ക് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പഴുത് ഇസ്ലാം അവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് നോക്കിയാൽ അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അത് വേണ്ടി വരുന്നുള്ളതുകൊണ്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധം ചെയ്യുന്നു, യുദ്ധം ഇങ്ങോട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഹറാമാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റാത്തതുപോലെ ഒരു അടിമത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ ബന്ദികളാക്കി പിടിക്കുന്ന സ്ഥലത്ത് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മാത്രം അത് ഹറാമാണെന്ന് പറഞ്ഞ് മാറി നിന്നാൽ സാമൂഹികമായി അതിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളിടത്താണ് ഫോഴ്സ്ഡ് ലേബർ ഉള്ളത്. ഇത് ആധുനിക കാലത്ത് യോജിച്ചതാണോ? ആധുനിക കാലത്തുള്ള യുദ്ധ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ 2024 യുദ്ധ നിയമം എന്താ? വേറൊരു രാജ്യത്തുള്ള പട്ടാളക്കാരനെ നമ്മൾ പിടിച്ചു, എന്ത് ചെയ്യാം? ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കാം. ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കാം. അതാണ് ഈ ആധുനിക കാലത്തുള്ള മൂല്യം ഉണ്ടല്ലോ, അത് ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കാന്നാണ്. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാരനെ നമ്മൾ പിടിച്ചു, ബന്ദിയാക്കി പിടിച്ചു, നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കാം. ആ പട്ടാളക്കാരനെ കൊണ്ട് നിർബന്ധിതമായി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കാം എന്നാണ് ആധുനിക കാലത്തുള്ള നിയമവും. അതേ കാര്യം തന്നെ ഇസ്ലാമിലുള്ളൂ. പക്ഷേ ഇസ്ലാമിൽ എന്തുണ്ട്? അതിൽ കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്താ ചോദിച്ചാൽ, ആ ഫോഴ്സ് ലേബർ ചെയ്യിപ്പിക്കുമ്പോൾ പോലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് അതിക്രമം ചെയ്യാൻ പാടില്ല. ഏതുവരെ ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ ഈ മിൽക്കുൽ യമീനായ ആളുകളുണ്ടല്ലോ, വലതുകൈ അടിമപ്പെടുത്തി എന്ന് പറയുന്ന അത്തരം ആളുകൾ, അവർക്ക് ഈ ആരാണോ ഉടമപ്പെടുത്തുന്നത് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അവർക്ക് മുമ്പേ ഭക്ഷണം കൊടുക്കണം എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ വേലക്കാർ എന്ന് നമ്മൾ പറയില്ലേ, അതിനേക്കാൾ അപ്പുറത്തേക്കാണ്, അതിൻ്റെയും മുകളിലാണ് അവരുടെ പദവി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അതിന് മുമ്പേ ഭക്ഷണം കൊടുക്കുക. അതേപോലെ വസ്ത്രം വാങ്ങുമ്പോൾ അവർക്കും വസ്ത്രം വാങ്ങിക്കൊടുക്കുക. അടിമ എന്ന് നേരിട്ട് അബ്ദ് എന്ന് പറയുന്ന പദം പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇസ്ലാമിലെ അധ്യാപനം. എന്ന് വെച്ചാൽ ഇന്നും നിലനിൽക്കുന്ന ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇസ്ലാമും അവിടെ ബാക്കിയായിട്ടുള്ളത്. അത് ആധുനിക കാലഘട്ടത്തിന് പറ്റാത്തൊരു കാര്യമൊന്നുമല്ല, ആധുനിക കാലഘട്ടത്തിൽ ഉള്ളൊരു കാര്യമാണ്. യുദ്ധത്തിൽ ക്യാപ്റ്റീവായി പിടിക്കപ്പെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അത് ഒരു സാമൂഹിക യാഥാർത്ഥ്യം എന്നുള്ള നിലക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്.